അപ്പം നല്ല ഊശിരൻ പോത്തും കുട്ടികൾ ഇതേ ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ കുറേ എണ്ണമൊക്കെ ബുക്കായതാണ്, ഒട്ടുമിക്കത് എല്ലാവരും ബുക്കായതാണ്. എങ്കിലും നിങ്ങൾക്ക് നോക്കാം, ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി കണ്ട് ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. ഒരിക്കലും ഓൺലൈനായിട്ട് മേടിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിവിടെ വന്ന് നോക്കി ഇവരുടെ ക്വാളിറ്റി നോക്ക്. ആ ക്വാളിറ്റി നേരിട്ട് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കുക. കേരളത്തിലെ എവിടേക്കും ഇവിടുന്ന് എത്തിച്ചു തരും. പല സൈസിലുണ്ട്, 100 കിലോ തുടങ്ങി 200-250 കിലോ വരെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഹലോ നമസ്കാരം, വിക്കോൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുതിരാമലയുടെ അടുത്തുള്ള കുതിരാമുറ ഫാമിലുണ്ടാവും. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു പോത്തിൻ്റെ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിറയെ പോത്തും കുട്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തേ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ അതെ ഓക്കെ. നമസ്കാരം മാത്രമല്ല, എന്താണ് എങ്ങനെയാണ് എത്ര നാളായി തുടങ്ങിയിട്ട് പരിപാടികളൊക്കെ ഒന്ന് പറയേ. അതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമായി. ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ 20 വർഷം ഗൾഫിലായിരുന്നു. ഞാൻ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു, സൗദിയിലായിരുന്നു. പിന്നെ അതൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി. അങ്ങനെ അതാണ് ഇങ്ങനെ പോണു. അല്ല, അപ്പോൾ അങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പോത്ത് വളർത്തലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്ന് ഇവിടേക്ക് തുടങ്ങാൻ കാരണം എന്തെങ്കിലും പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, എരുമ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വളർന്നു വന്നത്. പട്ടിണിയിൽ നിന്ന് വളർന്നു വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനോടൊരു ഇതുണ്ട്, ക്രേസ് ഉണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്തത്. പിന്നെ ഇവിടെയുണ്ട്, കൊല്ലത്ത് ഇപ്പോൾ നിർത്തി വെച്ചേക്കാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ ഭയങ്കര വില കൂടി, ഹരിയാനയിൽ വില കൂടി. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ നിർത്തി വെച്ചേക്കാണ്, ഫാം നിർത്തി വെച്ചേക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള കൊല്ലം, തിരുവനന്തപുരം എല്ലാ സ്ഥലത്തേക്കും ഇവിടുന്ന് തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. നമ്മളത് വണ്ടി വാടക അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഇപ്പോൾ ഇവിടെ കുറേ പോത്തുകളും എരുമയുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? എത്ര കിലോ ഒക്കെ ഏകദേശം തൂക്കൊണ്ട് ഇവരൊക്കെ? ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 240 അതൊക്കെ ഉണ്ട്. 240 അതൊക്കെ 240 അടുത്തുണ്ടാവും. 180, 200 അങ്ങനെ ടൈപ്പ് 100, 110, 120 ഇങ്ങനെ എല്ലാം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ് എത്ര കിലോ തുടങ്ങണം? ഏകദേശം ഒരു 110. അതെ അതെ, മിനിമം 110 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു 250 ഉള്ളിലുള്ളവർ ഉണ്ട്, കുട്ടികളുണ്ടാവും. അല്ല, അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ബുക്കിംഗ് അനുസരിച്ച് കൊണ്ടുവരണം. അതെ, ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന ഇത് കുട്ടികളെല്ലാം പോലും നമുക്ക് ചിലപ്പോൾ മേടിക്കാൻ പറ്റില്ല, ആൾക്കാർ ബുക്ക് ചെയ്തായിരിക്കും. അതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ നമുക്കിനി ഇങ്ങനത്തെ പോത്തുകുട്ടികളെ വേണം എന്നുണ്ടെങ്കിൽ ചേട്ടനോട് മുന്നേ ബുക്ക് ചെയ്ത് തരണം. അപ്പോഴാണ് കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വിലയെന്ന് ഞാൻ പറയാം. ഞാൻ ഇപ്പോഴത്തെ അത് വില പറയാമെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 200 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കും ഇവിടുത്തെ വില. കേരളത്തിലെ ഏറ്റവും വില കൂടുതലായിരിക്കും നമ്മുടെ അടുത്തായിരിക്കും. പക്ഷേ ഇതായിരിക്കും ഇനിയും വില കൂടുള്ളൂ. ഒറിജിനൽ കുട്ടികളില്ലാണ്ട് ഇതിനകത്ത് ഒരെണ്ണം പോലും മിക്സിങ് ഉണ്ടാവില്ല. ഒറിജിനൽ കുട്ടികൾ അതിനകത്ത് ഒരെണ്ണം പോലും ഉണ്ടാവില്ല മിക്സിങ്. ഒറിജിനൽ മുറ കുട്ടികൾ, ഹരിയാന കുട്ടികളല്ലാണ്ട് ഒരെണ്ണം പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. അത് ഒരാൾ കൊണ്ടുപോയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് കുട്ടികളെ തിരിച്ചു കൊടുക്കും. എന്തെങ്കിലും ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. ദൈവം സഹായിച്ചിട്ട് അത് ചെയ്യൂല. നമ്മൾ ബാക്കിയൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ കാര്യങ്ങൾ. അതാണ് ക്വാളിറ്റി. ഇത് ഇവിടുന്ന് തൊട്ട് നോക്കുക, ഇവിടുന്ന് തൊട്ട് എടുത്ത് നോക്കി. ഇവിടുന്ന് എല്ലാ കുട്ടികളും ഓരോ എടുത്ത് നോക്ക്. ഇവിടുന്ന് ഓരോ കുട്ടികളെ നോക്കുക. ഒരു കുട്ടീനെ അല്ല കാണിക്കുന്നത്, എല്ലാ കുട്ടീനെ കാണിക്കുന്നത്. ഇതിനകത്ത് 52 കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഈ 52 കുട്ടീനെ കാണിച്ചു തന്നെ. അതിൽ ഒരെണ്ണത്തിന് 2 കാണിച്ചു തന്നെ. എല്ലാത്തിനെയും ഒരേ സൈഡിൽ നിന്ന് തൊട്ട് നോക്കിയോ. അല്ല, അപ്പോൾ ഈ കുട്ടികളെ ചേട്ടനോടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചേട്ടൻ അവിടെ ഡയറക്റ്റ് പോയി കൊണ്ടുവരുന്നതാണോ, അല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും ആൾക്കാരാണോ, എങ്ങനെയാണ്? ഇല്ല, നമുക്ക് അവിടെ ഒരു ഫാമുണ്ട്. അതുണ്ട്, അവിടെ നിന്ന് ഹരിയാനയിലുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ലോഡ് ഇങ്ങോട്ട് കയറ്റി വിടും. നമ്മളിപ്പോൾ ഞാനും അവിടെ പോകും, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഇതാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇതുകൊണ്ട് ഓരോ കുട്ടീനെ എടുക്കണം. എല്ലാ കുട്ടീനും, ഒരു കുട്ടീനെ 2 കുട്ടീനെ കാണിച്ചിട്ടില്ല. ഇത് എല്ലാത്തിനും ഇത് എരുമയാണ്. ഇത് എരുമയാണ്. ഇതേപോലെ ബുക്ക് ചെയ്തിട്ട് ഇതൊക്കെ നെടുമങ്ങാട്, അങ്ങനെ നെടുമങ്ങാട് അവിടേക്ക് പാറശാല, അങ്ങനെ നെടുമങ്ങാടൊക്കെയാണ് ഇത്. ഈ ഏറ്റവും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിപ്പോൾ വരണം. ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നും പറയണില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഖത്തറിൽ നിന്ന് വിളിച്ചേ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കോള് ഖത്തറിൽ നിന്ന് വിളിച്ചേക്കണേ. ഇത് കുറ്റിപ്പുറത്തേക്കുള്ളതാണ്. അപ്പോൾ അത് ആൾക്കാർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാർക്ക് ചെയ്ത് ഏതെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഇത് മാർക്കിങ് അത് കുറവാണ്. നാളത്തേക്കാണ് നമ്മളത് പറഞ്ഞേക്കണേ. ഓക്കെ. ഇതെല്ലാം തിരുവനന്തപുരം എല്ലാ സ്ഥലത്തേക്കും ഉണ്ട്. ഇവിടെ തൊട്ട് എല്ലാ സാധനവും ഇതെല്ലാം നാളെ ഓരോ മാർക്കിങ്ങൾ. എൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടേക്കാണ്. ആയൂർ, കൊല്ലം ആയൂർക്ക് ഓരോ കോഡുകൾ അത് വേറെ ഒന്നും അടിച്ചില്ല. അത് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞാൽ ഇത് എല്ലാവരോടും നാളത്തേക്ക് കൊടുക്കുള്ളൂ. നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുതൽ സേഫാണോ, അത് എന്താണ്, എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടോ കൊടുക്കില്ല. ഇവിടെ നിർത്തിയിട്ട് തന്നെ കൊടുക്കുള്ളൂ. ഒരു ദിവസം നിർത്തി എല്ലാം നോക്കി അതിനുള്ള എന്താണോ നോക്കിയിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന കുട്ടികൾ
ഏകദേശം നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ട ആൾക്കാർക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. എത്ര നാളുകൊണ്ട് നമുക്കൊരു വീണ്ടും സെയിൽ ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് എത്തും? ഇതൊക്കെ എന്ന് കഴിഞ്ഞാൽ അടുത്ത പെരുന്നാൾ എന്ന് കഴിഞ്ഞാൽ പെരുന്നാളിന് കൊടുക്കുമ്പോഴാണ് ഇതിന് വില കിട്ടുക. അടുത്ത മെയ്യിലേക്കാണ് എന്ന് കഴിഞ്ഞാൽ 2027 മെയ് ഒരു 16-ാം തീയതി ആകുമ്പോഴത്തേക്കും പെരുന്നാളാവും. ആ സമയത്തേക്കാണ് ഇത് കൊടുക്കണത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കുട്ടികൾ നമ്മൾ പറഞ്ഞവർ ഇത് കഴിഞ്ഞാൽ 24 hours തിന്നും കിടക്കും. ഇത് കണ്ടോ, ഇത് തിന്നും. ഇപ്പോൾ കണ്ടോ, തിന്നും, കുറച്ച് കഴിഞ്ഞാൽ കിടക്കും, തിന്നും, പിന്നെയും കിടക്കും അവർ. അതേമാതിരി തീറ്റ കൊടുക്കണം. അതാണ് ഈ മുറ കുട്ടികളുടെ ഇത്. പിന്നെ ഇവർ ശാന്തരാണ്. എത്ര വലിയ പോത്താണെങ്കിലും ശാന്തരാണ്, ഉപദ്രവകാരികളല്ല. അല്ലല്ല. അതൊരു കൊച്ചിന് വേണമെങ്കിൽ ഒരു കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ എത്ര വലിയ പോത്തിൻ്റെ അടുത്ത് ഒരു പരിചയമില്ലാത്ത മുറയാണെങ്കിൽ അത് ആരെ പരിചയമില്ലാത്ത വീട്ടിൽ നിൽക്കണ ഒരു കൊച്ചു കുട്ടിയെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണ് അതിൻ്റെ അത് ക്വാളിറ്റി. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭീകരത്തുണ്ടല്ലോ. ഇവനൊക്കെ എത്ര കിലോ ഉണ്ടാവും ഏകദേശം? ഇതൊക്കെ ഒരു 130-135 കിലോ അത്ര ഉണ്ടാവുള്ളൂ. 135 കിലോ. അതെ. പിന്നെ ഭയങ്കര രോമവും അതുണ്ട്. പിന്നെ ഈ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ ഞാൻ വളർത്തണതാണ്. ഇത് മുറയല്ല. ഇത് ചേട്ടൻ്റെയാണ്. ഇത് ഇവിടെ മുറയാണ്. ഇത് മുറയല്ല. ഓക്കെ. സുൽത്തു അത് സുൽത്താനാണ് ഇവൻ്റെ പേര്. ഇത് മുറയല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹരിയാന ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് മീനിയാണ്. ഇതിൻ്റെ കൊമ്പ് താഴെ വരുള്ളൂ. ഇത് ഞാൻ വളർത്തണം. ഈ 2 ഞാൻ വളർത്തണം അവിടെ. ഇത് മുറയാണ്. ഇതിൻ്റെ കൊമ്പ് വളഞ്ഞു വരും. അതേമാതിരി നിൽക്കുന്ന എല്ലാത്തിൻ്റെയും ഇത് വരും. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരെണ്ണത്തിൻ്റെ പോലും ഇല്ലാണ്ട് എല്ലാത്തിൻ്റെയും വരും. അത് വളർച്ചയുടെ അനുസരിച്ച് ഇതാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒരു ലോഡ് എന്ന് പറയുന്നതാണ് 56 കുട്ടികൾ? 52 എണ്ണം. ഇപ്പം നമുക്കിപ്പോൾ ദൂരെയുള്ളവരെങ്കിലൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കും? എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കും. കേരളത്തിലെവിടെ? കേരളത്തിലുണ്ട്. അത് ഗൂഡല്ലൂർക്ക് കർണാടകയിലേക്ക് പോകും, തമിഴ്നാട്ടിലേക്ക് പോകും, ഒക്കെ പോകും. എല്ലാവരും കൊണ്ട് കൊടുക്കും. നമ്മൾ കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. അല്ലാണ്ട് നമ്മൾ കൊണ്ട് കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചാർജ് അത് ഷെയർ ചെയ്ത് പോകും. വേറെയും ആ ഏരിയയിലേക്ക് ആൾക്കാരുണ്ട്, ഇഷ്ടംമാതിരി ഉണ്ടാവും. എല്ലാ സ്ഥലത്തേക്കും ഉണ്ടാവും. റൂട്ടിലേക്ക് ആൾക്കാരുണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് പോകും. അത് അങ്ങനെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ചേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കുറേ പോത്തുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം എങ്ങനെയാണ്? റേറ്റ് കിലോയ്ക്ക് ഇപ്പോഴത്തെ വില 200 രൂപയാണ്. 200 രൂപ. കേരളത്തിൽ ഈ വന്ന ലോഡ് ഏറ്റവും ടോപ്പ് വരിക നമ്മുടെ കേരളത്തിലെ ഏറ്റവും വില നമ്മുടെ അടുത്ത് തന്നെ കുതിരാമുറം ഫാമിൽ തന്നെയുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യണം, വില കുറച്ച് കൊടുക്കണേ. അത് നമ്മൾ ചെയ്യൂല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 125, 130 എന്നൊക്കെ പറഞ്ഞ ആ ടൈമിലൊക്കെ അത് വേറെ അതൊക്കെ പണ്ട് ആ വിലയൊക്കെ ആയിരുന്നു. ഞാൻ പണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 വർഷത്തിന് ശേഷമൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അന്ന് 125, 135, 140 അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഹരിയാനയിലെ വില എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില മാതിരിയാണ്. രാവിലെ ഒരു വില, ഉച്ചയ്ക്ക് ഒരു വില, വൈകിട്ട് ഒരു വില. ഇതൊന്നും വളർത്താൻ കൊണ്ടാണ് കുട്ടികൾ. ഇതെല്ലാം കട്ടിങ്ങിന് പോണ കുട്ടികളാണ്. ഇതെല്ലാം എക്സ്പോർട്ട് പോവാണ്. ഇതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലുലുവിന് 8 ഫാക്ടറി ഉണ്ട്. അതേമാതിരി വാടിലാൽ, ആൽക്കബീർ അങ്ങനെ പറഞ്ഞിട്ട് വലിയ വലിയ ഫാക്ടറികളുണ്ട്. അവിടേക്ക് പോവാണ്. ഇതെല്ലാം എക്സ്പോർട്ട് പോവാണ്. കട്ട് ചെയ്തിട്ട് മീറ്റായിട്ട് പോവാണ്. ഈ ചെറിയ കുട്ടികൾ ഇതെല്ലാം അതെന്ന് കഴിഞ്ഞാൽ ചെറുതോ അതോ അവിടെ അങ്ങനെയൊന്നുമില്ല. അത് ഒക്കെ അത് കട്ടിങ്ങാണ്. അപ്പോൾ ഫാക്ടറിക്കാരാണ് ഈ വലിയ പറഞ്ഞത്. അതുകൊണ്ട് സ്വർണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ രാവിലെ അത് റേറ്റ് ഇടും, ഉച്ചയ്ക്ക് ഒരു റേറ്റ് ഇടും, വൈകിട്ട് ഒരു റേറ്റ് ഇടും. അങ്ങനെ കൂട്ടി അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊരു സ്റ്റോക്ക് ആയിക്കഴിഞ്ഞാൽ. പക്ഷേ എന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക് മീറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഉള്ളതൊക്കെ അങ്ങനെ കയറ്റി വിടുകയാണ് കട്ട് ചെയ്തിട്ട്. ഇതൊക്കെ അത് ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണെങ്കിലും എല്ലാവർക്കും അറിയാം. അതൊക്കെ എന്ന് കഴിഞ്ഞാൽ അവിടെ പോയി അറിയാം. ഇത് ബോബി വീൽ എന്ന് പറഞ്ഞിട്ട് പോകും. മറ്റേത് ബഫല്ലോ എന്ന് പറഞ്ഞിട്ട് വലുതാണെങ്കിൽ ബഫല്ലോ എന്ന് പറയും. ഇത് ബോബി വീൽ എന്ന് പറഞ്ഞാൽ ചെറുതിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് ബീഫാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാക്ക് ചെയ്തിട്ട് പോകും. 954 കിലോ. അതെന്ന് കഴിഞ്ഞാൽ 2 LBS. ഓരോ സൈസിനനുസരിച്ച് വിലയിൽ വ്യത്യാസം അതുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇനി ഇപ്പോൾ ചേട്ടന് കൂടെ കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു, ഇവിടെ നിർത്തിയിട്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്തിട്ടാണ് ഇവരുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ നോക്കും. ഒറ്റ ദിവസം നോക്കും. നമ്മൾ നോക്കിയിട്ട് നാളെയാണിത്. നാളെയൊക്കെ ഇതെല്ലാം സെയിൽ ദൈവം സഹായിച്ച് നാളെ ഇതെല്ലാം കഴിഞ്ഞു. എല്ലാം ബുക്കിങ്ങാ. ഓക്കെ. അതാണ്. അത് കഴിയുമ്പോഴേക്കും അടുത്തിലോട്ട് വേറെ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. കാരണം ഞാൻ വില ഭയങ്കര കൂടിക്കൊണ്ടിരിക്കണം. അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. ഇതെന്ന് ഞാൻ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം ഞാൻ ഇപ്പോൾ ഈ കിടക്കുന്ന ഒരു കുട്ടിയുണ്ടോ, ഇതിപ്പോൾ വന്നപ്പോൾ കാല് വയ്യ. അതുകൊണ്ടാണ് ഇത് കിടക്കുന്നുണ്ട്. ഇത് കാല് ഇത് കണ്ടോ, ഇതിൻ്റെ നീര് കണ്ടോ, ഇത് കണ്ടോ, ഇത് കാല് ഡാമേജായി പോയി. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ഇതെന്ന് കഴിഞ്ഞാൽ ഒരു 30-35 രൂപയുടെ കുട്ടിയാണ്. ഒരെണ്ണം വന്ന വഴിക്ക് ചത്തുപോയി. അപ്പോൾ നമ്മുടെ നഷ്ടങ്ങളാണ്. അതെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഹൈ റിസ്ക് എടുത്തിട്ടാണ് എല്ലാവരും കൊണ്ടുതന്നെ, എല്ലാ ഫാമുകാരും കൊണ്ടുതന്നെ ഹൈ റിസ്ക് എടുത്തിട്ടാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് നഷ്ടങ്ങൾ വരുമ്പോൾ അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്തത് നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. ഇനി അതുപോലെ ഇപ്പോൾ നമ്മൾ കൂടുതലൊക്കെ ആയിട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ എനിക്കൊരു 10 കുട്ടീനെ വേണം, ഒരു 20 കുട്ടീനെ വേണം, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ വിലയിൽ വ്യത്യാസമോ? 20 കുട്ടിയല്ല, 10 കുട്ടിയല്ല, 50 കുട്ടിയാണെങ്കിലും ഒരു ഇപ്പോഴത്തെ വിലയിൽ 1 രൂപ പോലും കുറച്ച് കൊടുക്കില്ല. സെയിം വില തന്നെയായിരിക്കും. അതെ, അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 200 അല്ല. ഇപ്പം പറഞ്ഞാൽ എത്ര റിസ്ക് എടുക്കുമ്പോൾ ഞാൻ ഇതിൽ ഈ സാധനത്തിന് ഒരു 15 ലക്ഷം രൂപ ഇതുണ്ട്. അത് ഹൈ റിസ്ക് എടുത്തിട്ടുണ്ട് തന്നെ. ഈ 15 ലക്ഷം രൂപ ഹൈ റിസ്ക് എടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഇത് കിട്ടണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ ആ മിക്സിങ് കേസ് നമുക്ക് വലിയ വില കുറയ്ക്കാനും പറ്റില്ല. അതാണ് നമ്മുടെ കാര്യങ്ങൾ. അത് ഗ്യാരണ്ടി, ഫുൾ ഗ്യാരണ്ടിയാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുതിരാമ്പ്ര ഫാമിലെ ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിലുള്ള പോത്തുകൾ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഓർമ്മിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നാളെ ബുക്ക് ചെയ്ത് എല്ലാവരും ചിലപ്പോൾ ഇതിനെ കൊണ്ടുപോകും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതിനെ മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളിവിടെ വന്ന് ബുക്ക് ചെയ്താലായിരിക്കും അടുത്ത ലോഡ് വരുമ്പോൾ നിങ്ങളുടെ പേരിലേക്ക് അത് കിട്ടുള്ളൂ. ഇതിപ്പോൾ എണീപ്പിച്ചാൽ തന്നെ ഇത് വരുന്ന കിടക്കണില്ല. അതുകൊണ്ട് വന്നതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുകയാണ്. അതാണ് ഇത് എണീപ്പിച്ച് നമ്മളിപ്പോൾ അത് അടുത്തപ്പോൾ ഉണ്ട്. ഇതൊക്കെ വീണ്ടും കിടക്കുകയാണേ. അപ്പോൾ അതാണ് നമ്മളൊന്ന് ക്ഷീണം നോക്കി എന്തെങ്കിലും ഇതുണ്ടോ വീണ്ടും എന്നിട്ടേ കൊടുക്കുള്ളൂ. ഹലോ. എല്ലാത്തിനും വാല്, കൊമ്പ്, നീളം എല്ലാം നോക്കണം. വാലിറക്കം എല്ലാം നോക്കി എല്ലാത്തിനും ഏതെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ അതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം എത്ര കിലോ വെയിറ്റ് വരുന്നതായിരിക്കും? ഇതൊക്കെ ഒരു 240 കിലോ. 240 കിലോ അടുത്ത്. അതിപ്പോൾ ലൈവായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരും. മുമ്പ് നോക്കിയേക്കുന്നതായിരിക്കും അല്ലേ? അത് ഉണ്ടായാലേ ഏറെക്കുറെ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഇതിന് അടിപൊളി. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇതിനെ കാണുമ്പോൾ നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ വെയിറ്റൊക്കെ അറിയാൻ പറ്റും. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പോത്തുകളുടെയൊക്കെ കൂടുതലായിട്ട് മേടിക്കാൻ വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ അതിശയപ്പെട്ടു വേണ്ടത് എങ്ങനെ ഒരു കറക്റ്റായിട്ട് വെയിറ്റ് പറയണത്. ഇത് ഏതിനം? ഇവിടെ പുറത്താണ് ഇവരുടെ ക്ലാസ് വരുന്നത്. ആജാ ബേട്ടെ, ആജാ 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 ബേട്ടെ, ആജാ. പോത്തിനോടൊക്കെ ഫുൾ ഹിന്ദിയാണ്. 236.5, 236. അതെ, ചിലപ്പോൾ 4 അതൊക്കെ അത് ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് വരാം. ഇതിനിപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും നമുക്ക് ഒരു എത്ര ഇരിക്കാക്കാൻ പറ്റും? നല്ല രീതിയിലൊക്കെ തീറ്റ കൊടുത്ത് വളർത്തണേ. അതൊക്കെ ലക്ഷങ്ങളാണ്. എത്ര വെയിറ്റിലേക്ക് എത്തും? അത് കഴിഞ്ഞാൽ ഒരു ആവറേജ് റേറ്റ് എന്ന് കഴിഞ്ഞാൽ അത് ഫുഡ് കൊടുക്കണനുസരിച്ചിരിക്കും. എന്ന് കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ കൊടുക്കണനുസരിച്ച് 24 ഞാൻ പറഞ്ഞില്ല അതേമാതിരി ഒരു 30 to 35 കിലോ 40 കിലോയുടെ ഉള്ളിൽ ആവറേജ് കയറി. ഒരു ഒന്നും ഇപ്പോൾ കയറില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും. ഇതിപ്പോൾ ഇത്രയും കിലോ കാണിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ടോ, ഇതൊക്കെ ഇത് കൊട്ടി കിടക്കാണ്, വന്നതിൻ്റെ ക്ഷീണത്തിൽ കിടക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അത് അതിന് 250 മുകളിലാണ്. അതേമാതിരിയാണ് ഈ കുട്ടി. അത് കഴിഞ്ഞാൽ മാത്രം അത് കൊടുക്കുന്ന അത് കഴിഞ്ഞാൽ തീറ്റ കൊടുക്കുന്ന അനുസരിച്ചിരിക്കും ഇവരിത്. നന്നായിട്ട് തിന്നും. അത് കഴിഞ്ഞാൽ അതനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും. കാരണം കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അത് ഇപ്പോൾ തന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ തന്നെ ഇത് കണ്ടോ, ഇത് കൊടുത്താണ് ഓൾറെഡി സെയിൽ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ അത് തൂക്കത്തിനല്ല വില. അത് കൊടുത്തു കഴിഞ്ഞാണ്. അത് ഞാൻ നമ്മുടെ നിന്ന് സ്ഥിരം എടുക്കുന്നവരുണ്ട്. അത് ആലുവയ്ക്കുള്ളതാണ് ഇത്. അവർ കുറേ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ നിന്ന്. അപ്പോൾ സ്ഥിരം കസ്റ്റമറുണ്ട് നമുക്ക് കുറേ ഉണ്ട്. പിന്നെ ഇനി പോരുന്ന പണി ഇത് അതെ, ഏതിൻ്റെ പണിയിൽ ഇതിൻ്റെ പണി കാണിച്ചു തരാം. ഏതിന് പണിയിൽ കാണിച്ചു തരാം. 160 കിലോ ചേട്ടാ. पकड़ो जाला उसका छोड़ो. कितने का? 75 का है, 76 का है. चढ़ो चढ़ो, आराम से चढ़ो, आराम से चढ़ो, आराम से चढ़ो, आराम से. रुक रुक रुक. നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയി. 175.
നമ്മൾ അടുത്തതിൻ്റെ വെയിറ്റ് നോക്കാൻ പോണ്. ഇതൊരു 165 ഉറപ്പ്. 141, 142, 142 കിലോ ഉണ്ട് ഇവൻ. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് വെയിറ്റുകളൊക്കെ വരുന്നത് സൈസ് നോക്കുമ്പോൾ. പിന്നെ ഇനി ചെറുതുകളുണ്ട്, അത് പറയാം. 110 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ പല വെയിറ്റിലുള്ളത് വരുന്നുണ്ട്. അതായത് 100 കിലോൻ്റെ മേലേക്ക് തുടങ്ങി 250 കിലോ വരെയുള്ള പോത്തുകൾ ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിലുണ്ട്. അടുത്ത സ്റ്റോക്കിൽ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ നിന്നൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ പേരൻ്റായിരുന്നു, ഞാൻ മറന്നുപോയി. റെജി ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോൻ്റെ അടിയിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും ഓർമ്മിക്കുകയാണ്, നിങ്ങൾ വിളിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണിച്ച പോത്തിനെ കിട്ടും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. വിളിച്ച് നോക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് ബുക്ക് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവിടെയുള്ള വന്നേക്കണ സ്റ്റോക്ക് ഒട്ടുമിക്ക എല്ലാവരും ഓൾറെഡി ഓരോരുത്തർ ബുക്ക് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അടുത്ത ലോഡിലേക്ക് വേണ്ടി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പലയിടത്തും കോളുകൾ വരുന്നുണ്ട്. നാട്ടിലുള്ള ആൾക്കാരല്ല വിളിക്കണേ, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടിയും പറയാം. നമ്മുടെ ചാലക്കുടി അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ കുതിരാൻ തുറങ്കണ്ടല്ലോ, കുതിരാൻ തുറങ്കണ്ട് കടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവരുടെ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുതിരാൻ തുറങ്കണ്ട് കഴിഞ്ഞ് ഇത്തിരി മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് സർവീസ് റോഡിലേക്ക് എങ്ങനെയും ഇറങ്ങിയിട്ട് ചെറിയൊരു സർവീസ് റോഡാണ്, നമ്മുടെ പണ്ടത്തെ ഹൈവേ ഉണ്ടല്ലോ, ആ വഴി കൂടെ ഇറങ്ങി വരാം. ആ വഴി കൂടെ ഇറങ്ങി വന്നിട്ട് ലെഫ്റ്റിലേക്ക് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും പോത്തും കുട്ടികളോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് വിളിച്ചാൽ മതി, അപ്പോൾ അവർ പറഞ്ഞുതരും. അല്ല നിങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ സൈഡിൽ നിന്നാണ്, പാലക്കാട് സൈഡിൽ നിന്നൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ കുതിരാൻ തുറങ്കം എത്തുന്നതിൻ്റെ ആ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ ലെഫ്റ്റിലേക്ക് ഒരു വഴി പോരുന്നുണ്ട്. ആ വഴി നേരെ ഇറങ്ങി വരുന്നത് ഇതാണ് ആ വഴി കേട്ടോ. ഈ വഴി കൂടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരാം. അപ്പോൾ അത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫാം വരുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു പോത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളൂ. വേറെ വീഡിയോ ആയിട്ട് വരാം.